ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മുംബൈയിലേക്കാണ്. ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിനായി നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഈ വരുന്നതാണ് നമ്മുടെ ട്രെയിൻ, നേത്രാവതി എക്സ്പ്രസ്. 3rd AC ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കുന്നു. വിൻഡോ സീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ട്രെയിൻ 11:10 കായംകുളം എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരല്പം വൈകി 11:30 ആയപ്പോഴാണ് കായംകുളത്ത് എത്തിയത്. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഓരോ ചായയും വാങ്ങി കുടിച്ചിരുന്നപ്പോൾ കൃത്യം 12:30 ആയപ്പോൾ ആഹാരം കൊണ്ടുവന്നു. ഞങ്ങൾ ഓരോ വെജിറ്റബിൾ ബിരിയാണിയും വാങ്ങിച്ചു. ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് 80 രൂപയാണ് ചാർജ് ആകുന്നത്. വെജിറ്റബിൾ ബിരിയാണി കൂടാതെ എഗ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ലഭ്യമാണ്. വെജിറ്റബിൾ ബിരിയാണി കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ആഹാരമായിരുന്നു. അങ്ങനെ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാനും എൻ്റെ അത്തായുമാണുള്ളത്. ലോങ് യാത്രയുള്ള ട്രെയിനിൽ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചായയും വെള്ളവും സ്നാക്സും മറ്റാഹാരങ്ങളും എല്ലാം ട്രെയിനിലെ ജീവനക്കാർ കൊണ്ടുവരും. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങി കഴിക്കാം. പക്ഷേ വാങ്ങുന്നതിനെല്ലാം കാശും കൊടുക്കണം കേട്ടോ. ഏകദേശം എറണാകുളം ആകുന്നതുവരെ ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്നത് ട്രെയിൻ വഴി പാഴ്സൽ അയക്കാനുള്ള ബൈക്കുകളാണ്. കൃത്യം 3:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ചായയും ഒരു കോഫിയും വാങ്ങി. ഒരു പാക്കറ്റ് പഴംപൊരിയും വാങ്ങി. ഒരു പാക്കറ്റ് പഴംപൊരിയിൽ 3 പീസാണുള്ളത്. 3നും കൂടെ ചേർത്ത് 60 രൂപയാണ്. ചായക്ക് 10 രൂപ, കോഫിക്ക് 10 രൂപ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:30 ആയപ്പോഴത്തേക്കും വൈകിട്ടത്തേക്കുള്ള ആഹാരം എത്തി. ചപ്പാത്തിയും വെജ് ബിരിയാണിയും എഗ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയുമാണ് ഉള്ളത്. ഞങ്ങൾ 2 സെറ്റ് ചപ്പാത്തിയും 2 പനീർ കറിയുമാണ് വാങ്ങിയത്. ഒരു സെറ്റ് ചപ്പാത്തിയിൽ 5 ചപ്പാത്തിയാണുള്ളത്. വലിയ വലിപ്പമില്ലാത്ത ചപ്പാത്തിയാണ്. ഒരു സെറ്റ് ചപ്പാത്തിക്ക് 50 രൂപയും പനീർ കറിക്ക് 100 രൂപയാണ് ചാർജ് ആകുന്നത്. ചപ്പാത്തി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉള്ളതായിരുന്നു. കറിയും നല്ലതായിരുന്നു. ഇത് ഞങ്ങളുടെ സഹയാത്രികരാണ്. ഇവർ തിരുവനന്തപുരത്ത് നിന്നും മൂകാംബികയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ രാത്രി അടിപൊളി ഒരു ഉറക്കവും എല്ലാം കഴിഞ്ഞ് രാവിലെ 7 മണിയായപ്പോൾ ഞങ്ങൾ ഉണർന്നു.
നല്ല സൂപ്പറായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. രാവിലെ ഉണർന്നപ്പോഴത്തേക്കും മൂകാംബികയിൽ ഇറങ്ങാനുള്ളവർ 1 മണിയായപ്പോൾ അവർ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയിരുന്നു. ഞങ്ങൾ അപ്പോൾ ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഉണർന്നു ചെറുതായിരുന്നു ഫ്രഷായിരിക്കുകയാണ്. രാവിലെ 5:30 മുതൽ ട്രെയിനിൽ ചായ കോഫിയൊക്കെ ലഭ്യമാണ്. 7:30 ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും ബ്രെഡ് റോസ്റ്റുമാണുള്ളത്. ഞങ്ങൾ 2 ഉപ്പുമാവും 2 കോഫിയും വാങ്ങി. ഒരു ഉപ്പുമാവിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഉപ്പുമാവായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവായിരുന്നു. കോഫിക്കും ചായയ്ക്കും എല്ലാം നേരത്തെ പറഞ്ഞല്ലോ 10 രൂപയാണ് ചാർജ് വരുന്നത്. പുറമേയുള്ള കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ യാത്ര ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത് തുരങ്കമാണ്. ഇതുപോലുള്ള ധാരാളം തുരങ്കങ്ങൾ വഴിയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. ഇത് ഒരു തുരങ്കത്തിൽ ട്രെയിൻ ഒരല്പനേരം നിർത്തിയിടുകയുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ മഹാരാഷ്ട്ര പനവേലിലെത്തിയിരിക്കുന്നു. ട്രെയിൻ മഹാരാഷ്ട്ര എത്തിയപ്പോഴേക്കും അത്യാവശ്യം ട്രെയിനിൽ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിരുന്നു. തുടക്കത്തിലും ട്രെയിനിൽ ആളുണ്ടായിരുന്നു. കേരളം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. വീണ്ടും പനവേലിലെത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങിയുണ്ടായി. ഇപ്പോൾ ട്രെയിൻ മുംബൈ അടുക്കാരെത്തിയിരിക്കുന്നു. മുംബൈ അടുക്കുന്തോറും ഫ്ലാറ്റുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇത് ഇവിടെയുള്ള ലോക്കൽ ട്രെയിനാണ്. ഇവിടെയുള്ള ആൾക്കാർ ലോക്കൽ യാത്രകൾക്ക് ബസ്സുകളേക്കാൾ കൂടുതൽ ട്രെയിനുകളാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ട്രെയിൻ താനെ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ മുംബൈ LTT എത്തിയിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ട്രെയിൻ ഒരല്പം വൈകി ഓടിയെങ്കിലും കൃത്യം 5:30 തന്നെ ട്രെയിൻ മുംബൈ LTTയിൽ എത്തിയിരിക്കുന്നു. നമുക്കിനി ഇവിടെ നിന്നും നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. ഈ കാണുന്നതെല്ലാം ട്രെയിൻ വഴി അയക്കുന്ന പാഴ്സലുകളാണ്. നമ്മുടെ ഹോട്ടൽ ഏകദേശം ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെയാണ്. നമുക്ക് ഹോട്ടലിലേക്ക് പോകാനായി നമ്മൾ ലോക്കൽ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 30 കിലോമീറ്റർ ഏകദേശം യാത്ര ചെയ്യുന്നതിന് നമുക്ക് 10 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് ഈ ട്രെയിൻ ഒരല്പം വീതി കൂടുതലാണ്. 2 സൈഡിലായി 3 6 പേർക്ക് ഇരിക്കാം. മുംബൈയിലെ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.